ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാട്ടോ ഞാൻ കാണാനായിട്ടിരുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ജിൻഡോനെ ജയിലിൽ വെച്ച് ജാസ്മിൻ തള്ളിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ലാലേട്ടൻ എന്ത് പണിഷ്മെന്റ് ആണ് ജാസ്മിന് കൊടുക്കാൻ പോകുന്നതെന്ന് കാണാനായിട്ടുള്ള ഒരു കുഞ്ഞ് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷേ അത് നല്ലൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. സോ ശരണ്യയുടെ മുടിയിൽ ജിൻഡോ പിടിച്ചു വലിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ പവർ ടീം ജിൻഡോനെ ഡയറക്റ്റ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത്. ശരിക്കും ജിൻഡോ ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ട് അല്ലെ? ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, സ്ലോ മോഷനിലുള്ള ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ആരാണ് ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചത് എന്നുള്ളത്. അപ്പോൾ ജിൻഡോ നിരപരാധിയാണെന്നും ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ഈ വീഡിയോ കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഓഹോ അടിപൊളി എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ എന്തിനാണ് ലാലേട്ടൻ ആ വീഡിയോ ഇട്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ചുമ്മാ നമ്മൾ ലൈവിൽ കണ്ടതാണ്, എപ്പിസോഡിലും കണ്ടതാണ് ഈ വീഡിയോ. പിന്നെ അത് പ്രത്യേകിച്ച് എടുത്തിട്ട് ലാലേട്ടൻ കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എനിക്കൊരു കാര്യം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഒന്നെങ്കിൽ അത് സ്ലോ മോഷൻ ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്ന്, ഇല്ലെങ്കിൽ ആ വീഡിയോ കാണിച്ചിട്ട് ലാലേട്ടൻ എല്ലാവരുടെ ക്ലാരിഫൈ ചെയ്യണമായിരുന്നു. ഇത് ഇങ്ങനെ ജിൻഡോ ശരണ്യയുടെ മുടി പിടിച്ചിട്ടില്ല, ശരണ്യയുടെ മുടി പിടിച്ചത് ഇയാളാണെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം. ഇതൊന്നും ചെയ്യാതെ ചുമ്മാ വന്ന് ആ വീഡിയോ എടുത്ത് പ്ലേ ചെയ്തു അങ്ങ് പോയി. നിരപരാധിയായ ഒരാൾ ജയിലിലേക്ക് പോയി. ആ ജയിലിൽ പോയിട്ട് അയാൾക്ക് എന്തെങ്കിലും സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നു? അയാൾക്ക് മനസ്സമാധാനത്തിലൊന്നും ഉറങ്ങാൻ പോലും ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അവിടെ നിന്ന് അടിയും കൂടെ കിട്ടിയിട്ടും ജിൻഡോന്റെ കാര്യങ്ങളൊന്നും തന്നെ ലാലേട്ടൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. വെറുതെ ലൈറ്റായിട്ട് എന്തോ പറഞ്ഞു പോയി എന്നല്ലാതെ വേറെ കാര്യമായ ഒരു ഡിസ്കഷനൊന്നും അതിനെക്കുറിച്ച് ലാലേട്ടൻ നടത്തിയിട്ടില്ല. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇന്ന് ഇങ്ങനെ ലൈറ്റായി വിട്ടതുകൊണ്ടും മേ ബി നാളത്തെ എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.